അൽ വഹദത്തു സാനിയ. പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ, ഇന്ന് നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് പഠിക്കാം. ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ യൂണിറ്റിൽ ഏത് പാഠമാണുള്ളത് എന്ന് നോക്കാം. രണ്ടാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം ബൗബൗ എന്നാണ് പാഠത്തിൻ്റെ പേര്. ബൗബൗ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരാണ് ബൗബൗ എന്ന് ഒച്ചയുണ്ടാക്കുക, ശബ്ദമുണ്ടാക്കുക? ആരാണ്? നായയാണല്ലേ. നായ കരയുന്ന ശബ്ദമാണ് ബൗബൗ. ഇതാണ് ഈ പാഠം. ഇവിടെ ഒരു കുട്ടിയുണ്ടല്ലേ. ഈ കുട്ടിയുടെ പേരാണ് സ്വാലിഹ്. സ്വാലിഹ് ഒരു ദിവസം സ്കൂൾ വിട്ട് വരുമ്പോൾ വഴിയിൽ വെച്ച് അവനൊരു പൂച്ചയെ കിട്ടി. അവൻ ആ പൂച്ചയെ കണ്ടപ്പോൾ പൂച്ചയോട് നല്ലൊരു ഇഷ്ടം തോന്നി. അങ്ങനെ അവൻ ആ പൂച്ചയെ എടുത്ത് വീട്ടിലേക്ക് വന്നു. പൂച്ചയെയും തോളിലിട്ടുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ് സ്വാലിഹ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ എന്ത് കേട്ടു? ബൗ ബൗ ബൗ, ബൗ 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 എന്ന് കേട്ടു. നായ കരയുന്ന ശബ്ദം കേട്ടു. അപ്പോൾ പൂച്ച ചോദിച്ചു. എന്താ പൂച്ച ചോദിച്ചത്? ഇതാ മൻ. പൂച്ച എന്താ ചോദിച്ചത്? സ്വാലിഹിനോട് പൂച്ച ചോദിച്ചു മൻ. മൻ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണല്ലേ. മൻ. ആട് സിംഹത്തിനോട് ചോദിച്ചിരുന്നു അല്ലേ, മൻ, ആര്? മൻ എന്നാൽ എന്താണ്? ആര്? ബൗ ബൗ എന്ന ശബ്ദം കേട്ടപ്പോൾ പൂച്ച സ്വാലിഹിനോട് ചോദിച്ചു, മൻ, അതാരാണ് ഇത്രയും വലിയ ശബ്ദമുണ്ടാക്കുന്നത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് സ്വാലിഹ് വീട്ടിൻ്റെ മുറ്റത്തേക്ക് കയറി അല്ലേ. പൂച്ച അങ്ങനെ ചോദിക്കുമ്പോൾ സ്വാലിഹ് എവിടെ എത്തി? വീട്ടിൻ്റെ മുറ്റത്ത് എത്തി. അപ്പോൾ ആ ശബ്ദമുണ്ടാക്കിയ നായ മുറ്റത്തേക്ക് വന്നു. നായ സ്വാലിഹിൻ്റെ കൂട്ടുകാരനാണ്. സ്വാലിഹിൻ്റെ വീട്ടിൽ സ്വാലിഹിന് ഒരുപാട് കൂട്ടുകാരുണ്ട്. ആരൊക്കെയുണ്ട്? നായയുണ്ട്, കോഴിയുണ്ട്, ആട്, പശു, അങ്ങനെ എല്ലാവരും സ്വാലിഹിൻ്റെ കൂട്ടുകാരാണ്. ആ കൂട്ടത്തിലേക്ക് ഇപ്പോൾ ആര് കൂടെ വന്നു? ഈ പൂച്ച കൂടെ വന്നു. ഓക്കെ. അപ്പോൾ സ്വാലിഹ് പൂച്ചയോട് പറയാണ്, ഹാദാ കൽബ്, ഇത് നായയാണ്. പൂച്ച ചോദിച്ചില്ലേ മൻ എന്ന്, ആര് എന്ന് പൂച്ച ചോദിച്ചപ്പോൾ സ്വാലിഹ് പറഞ്ഞു കൊടുക്കുകയാണ്, ഹാദാ കൽബ്, ഇത് നായയാണ്, കൽബാണ് അല്ലേ. ഹാദാ കൽബുൻ, ഇത് കൽബാണ്. നായക്ക് എന്താ പറയുക? കൽബുൻ, നായ. ഓക്കെ. അങ്ങനെ ഈ പൂച്ചയും ഇവരുടെ കൂട്ടുകാരനായി. പൂച്ചക്ക് എന്താ പറയുക അറബിയിൽ? നായക്ക് കൽബ്. പൂച്ചക്ക് എന്ത് പറയും? ഖിത്തുൻ. പൂച്ചക്ക് എന്താ പറയുക? ഖിത്തുൻ. ഓക്കെ. അങ്ങനെ പൂച്ചയെ കണ്ടപ്പോൾ എല്ലാ മൃഗങ്ങളും വന്നു. ആരൊക്കെ വന്നു? പശു വന്നു, നായ വന്നു, ആട് വന്നു, തത്ത വന്നു, താറാവ് വന്നു, പ്രാവ് വന്നു. അങ്ങനെ അവിടെയുള്ള സ്വാലിഹിൻ്റെ കൂട്ടുകാരായിട്ടുള്ള മൃഗങ്ങളെല്ലാവരും, പക്ഷികളും മൃഗങ്ങളും എല്ലാവരും വന്നു. അവർക്ക് പുതിയൊരു കൂട്ടുകാരനെ കൂടെ കിട്ടിയിരിക്കുന്നു അല്ലേ. ആരാണ് പുതിയ കൂട്ടുകാരൻ? ഖിത്തു, പൂച്ച. അങ്ങനെ പുതിയ കൂട്ടുകാരനെ അവര് സ്വാഗതം ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ? അവരവരുടെ കൂടെ കൂട്ടുകയാണ് അല്ലേ. നീയും ഞങ്ങളുടെ കൂടെ വന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്തുകൊണ്ട് അവരൊരു പാട്ട് പാടി. ആ പാട്ടാണ് ഇവിടെയുള്ളത്. പാടി നോക്കാം അല്ലേ. അഹ്ലൻ അഹ്ലൻ ഖിത്തി ഖിത്തി, അഹ്ലൻ സഹ്ലൻ യാ ഖിത്തി. എന്താണ് സ്വാഗതഗാനം? സ്വാഗതം പറഞ്ഞുകൊണ്ട് പാട്ട് പാടിയത് എങ്ങനെയാണ്? അഹ്ലൻ അഹ്ലൻ ഖിത്തി ഖിത്തി, അഹ്ലൻ സഹ്ലൻ യാ ഖിത്തി. അതായത് കിത്തയെ, പൂച്ചയെ, നിനക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പാട്ട് പാടി. അങ്ങനെ പൂച്ചയും ഇവരുടെ കൂടെ ഒരു കൂട്ടുകാരനായി മാറി. അങ്ങനെ നമ്മുടെ നായ എന്ത് ചെയ്തു? പൂച്ച ആദ്യമായിട്ട് വരികയല്ലേ, പുതിയ കൂട്ടുകാരനല്ലേ. അപ്പോൾ പുതിയ കൂട്ടുകാരൻ വന്നാൽ, നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ ജ്യൂസ് കൊടുക്കും, പാല് കൊടുക്കും, ചായ കൊടുക്കും അല്ലേ. അങ്ങനെ പലതും കൊടുക്കും. അതേപോലെ നമ്മുടെ ഖിത്ത് വന്നപ്പോൾ കൽബ് എന്ത് ചെയ്തു? കൽബ് അടുക്കളയിൽ പോയി പാല് കൊണ്ടുവന്നു, പൂച്ചക്ക് കൊടുത്തു, പാല് കൊടുത്തു. എങ്ങനെയാണ് കൽബ് പാല് കൊടുക്കുന്നത്?
തഫല്ലൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ തഫല്ലൽ എന്ന് പറഞ്ഞുകൊണ്ട് വേണം കൊടുക്കാൻ. അറബിയിൽ അങ്ങനെയാണ്, കൊടുക്കുമ്പോൾ തഫല്ലൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ കൽബ് പാല് കൊടുക്കുകയാണ് അല്ലേ? ആർക്ക്? കിത്തുന്. എങ്ങനെയാ കൊടുക്കുന്നത്? തഫല്ലൽ എന്ന് പറഞ്ഞുകൊണ്ട്. തഫല്ലൽ ഹലീബ്. ഹലീബ് എന്ന് പറഞ്ഞാൽ എന്താ? പാല്. അപ്പോൾ പാലാണ് കൽബ് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയാ പാല് കൊടുക്കുന്നത്? പൂച്ചക്ക് കിത്തുന് പാല് കൊടുക്കുകയാണ്. തഫല്ലൽ ഹലീബ്, ഇതാ പാല് പിടിച്ചോളൂ അല്ലേ, പാല് കുടിക്കൂ. അങ്ങനെ പാല് കൊടുക്കുമ്പോൾ തഫല്ലൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നു. പാലിന് എന്താ പറയുക? ഹലീബ്. ഹലീബ് പാല്. അങ്ങനെ നമ്മുടെ കിത്ത് പാല് കുടിക്കുകയാണ്. കാണുന്നില്ലേ? പാല് നല്ല സ്ട്രോ ഒക്കെ ഇട്ടുകൊണ്ടാണ് കുടിക്കുന്നത്. പിന്നിൽ ആരാണ് ഇരിക്കുന്നത്? സ്വാലിഹ്. കിത്ത് ഹലീബ് കുടിക്കുന്നത് സ്വാലിഹ് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഹലീബ് കുടിച്ചുകൊണ്ട് കിത്ത് പറയുകയാണ്, ഹലീബുൻ ലദീദുൻ, നല്ല ടേസ്റ്റുള്ള പാല്, നല്ല രുചികരമായ പാല് എന്ന് പറഞ്ഞുകൊണ്ട് കിത്ത് മുഴുവൻ ഹലീബും കുടിച്ചു. അങ്ങനെ ഹലീബ് കുടിച്ചു അല്ലേ? പിന്നെ ഇവിടെ നോക്കൂ, ഇവിടെ ആരാണുള്ളത്? ഇതാരാണ്? കൽബാണ് അല്ലേ? നായ. കൽബുൻ. നായക്ക് എന്ത് പറയും? കൽബുൻ. കൽബുൻ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ ചുവന്ന നിറത്തിലുള്ള അക്ഷരം ഏതാണ്? ക. ചുവന്ന നിറത്തിലുള്ള അക്ഷരത്തിന്റെ പേര് കാഫ് എന്നാണ്. അതിൻ്റെ മേലെ ഒരു ഫതഹ് ഇട്ടത് കൊണ്ട് ക എന്ന് വായിക്കും. ഇനി അടുത്ത വാക്ക് എന്താണ്? പാലിന്റെ വാക്കാണ് അല്ലേ? പാലിന്റെ വാക്ക് നമ്മളിപ്പോൾ പറഞ്ഞു. എന്താണ്? ഹലീബ്. ഹലീബിന്റെ ആദ്യത്തെ അക്ഷരം എന്താണ്? ഈ ചുവന്ന നിറത്തിൽ എഴുതിയിരിക്കുന്നതാണ് ഹലീബിന്റെ ആദ്യത്തെ അക്ഷരമായ ഹ. ഹാന്റെ മേലെ ഫതഹ് ഇട്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ ഹ എന്ന് വായിക്കണം. ഹലീബ്. കൽബുൻ ഹലീബുൻ. കൽബുൻ നായ, ഹലീബുൻ പാല്. ഇനി ആ കാഫും ഹാവും നിങ്ങളിവിടെ എഴുതണം. ആദ്യം കാഫ് എഴുതണം. ഇതാണ് കാഫ് അല്ലേ? കാഫ് രണ്ട് രൂപത്തിൽ എഴുതാം. മേലെ കാണുന്ന രൂപത്തിലും എഴുതാം, താഴെയുള്ള രൂപത്തിലും എഴുതാം. അത് രണ്ടും നിങ്ങളിവിടെ എഴുതി പരിശീലിക്കണം. എഴുതുകയും വേണം. അവസാനത്തെ ഈ കാഫിന് ഒരു നിറം കൊടുക്കണം അല്ലേ? ഇവിടെയോ ഈ കുത്തിട്ടിരിക്കുന്നത് നോക്കിയിട്ട് അതിൻ്റെ മേലെ കൂടെ എഴുതണം. ആ കുത്തിൻ്റെ മേലെ കൂടെ, മേലെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ എഴുതുക അല്ലേ? എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു സാധനമുണ്ട് അല്ലേ? അതും കൂടെ വരക്കുക. അപ്പോഴാണ് കാഫാകുന്നത്. ഈ രൂപത്തിലുള്ള കാഫ് എങ്ങനെയാണ്? ഇങ്ങനെ വന്നിട്ട് ഈ കുത്തിൻ്റെ മേലെ കൂടെ എഴുതുക. എന്നിട്ട് അത് സ്ലേറ്റിലും നോട്ട് ബുക്കിലുമൊക്കെ കുറേ തവണ എഴുതി പരിശീലിക്കുക. കുറേ പ്രാവശ്യം എഴുതിയാൽ മാത്രമേ നല്ല വൃത്തിയിൽ എഴുതാൻ കഴിയുകയുള്ളൂ. നന്നായി എഴുതണ്ടേ? നല്ല വൃത്തിയിൽ എഴുതാൻ പഠിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഈ 3 വാക്കുകൾ കാണുന്നുണ്ടല്ലോ, അതിൽ നമ്മുടെ കാഫുണ്ട് അല്ലേ? കാഫിനെ വട്ടത്തിലാക്കണം. ഒന്നാമത്തെ വാക്കിലൊരു കാഫുണ്ട്, രണ്ടാമത്തെ വാക്കിലുമുണ്ട്, മൂന്നാമത്തെ വാക്കിലുമുണ്ട്. അതിലൊക്കെയുള്ള കാഫിനെ ഒരു വട്ടത്തിലാക്കുക. പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ ഒരു വട്ടം വരക്കുക കാഫിന് ചുറ്റും. ഓക്കെ. ഒന്നാമത്തെ വാക്കിലെ ആദ്യത്തെ അക്ഷരമാണ് കാഫ്. രണ്ടാമത്തെ വാക്കിലെയോ രണ്ടാമത്തെ അക്ഷരമാണ് കാഫ്. മൂന്നാമത്തെ വാക്കിലെ അവസാനത്തെ അക്ഷരമാണ് കാഫ്. അത് വട്ടത്തിലാക്കുക. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു കൊട്ട കാണുന്നുണ്ടല്ലേ? കൊട്ടയിലേക്ക് കാഫുകളൊക്കെ നിറക്കണം. അങ്ങനെ കാഫിനെ കൊണ്ട് കൊട്ട നിറക്കണം. കാഫ് എവിടെ ഉണ്ടാകും? കൊട്ടയ്ക്ക് ചുറ്റും കുറേ വാക്കുകൾ എഴുതിയത് കാണുന്നുണ്ടല്ലോ. അതിൽ കാഫുള്ള വാക്കുകളൊക്കെ കൊട്ടയ്ക്ക് നേരെ വരക്കുക. ഇവിടെ വരച്ചിരിക്കുന്നത് കാണുന്നില്ലേ? കൽബുൻ എന്ന വാക്കിൽ നിന്നും കൊട്ടയിലേക്ക് ഒരു വര വരച്ചു അല്ലേ? അതേപോലെ കാഫുള്ള വാക്കുകളിൽ നിന്നും കൊട്ടയിലേക്ക് വരക്കണം. ഇതാ ഈ വാക്കുകളിലൊക്കെ കാഫുണ്ട്. ഈ വരച്ചിരിക്കുന്ന വാക്കുകളിലൊക്കെ കാഫുണ്ട്. ആ കാഫ് എവിടെയാണുള്ളത് എന്ന് നിങ്ങൾ നോക്കി കണ്ടുപിടിക്കുക അല്ലേ? ഇനി അടുത്ത അക്ഷരം ഹ ആണ്. ഇതാണ് ഹ. ഈ ഹ ഈ കുത്തിട്ടിരിക്കുന്ന ഹാൻ്റെ മേലെ കൂടെ വരക്കുക.
അപ്പോൾ ഹ ആകും. ഇവിടെ ഒരു നിറം കൊടുക്കുക. ഇനിയോ ഇവിടെ കുറേ വാക്കുകളുണ്ടല്ലേ, ലൗഹുൻ, ഹബലുൻ, ബഹറുൻ, മിൽഹുൻ. ഈ വാക്കുകളിലൊക്കെ ഹ ഉണ്ട്. നേരത്തെ കാഫിന് വട്ടം വരച്ചതുപോലെ ഇവിടെ ഹാന് വട്ടം വരക്കുക. ഇതിൽ 4 വാക്കുകളിലും ഹ ഉണ്ട്. എല്ലാത്തിലെയും ഹാന് വട്ടം വരക്കുക. ഒന്നാമത്തെ വാക്കിൽ അവസാനത്തെ അക്ഷരമാണ് ഹ, രണ്ടാമത്തെ വാക്കിലോ ആദ്യത്തെ അക്ഷരമാണ്. അപ്പോൾ അവസാനത്തെ അക്ഷരം ആയ ഹ എഴുതുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇതാണ് അവസാനത്തെ അക്ഷരമായ ഹ അല്ലേ. ഇനിയോ ആദ്യത്തെ അക്ഷരമായ ഹ എങ്ങനെയാണ്? ഇതാണ് ഹ അല്ലേ. കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്, അവസാനത്തെ ആകുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനിയോ ഇവിടെ രണ്ടാമത്തെ അക്ഷരമാണ് ഹ, നടുവിലുള്ള അക്ഷരം അല്ലേ. ആദ്യത്തെ അക്ഷരം ബ ആണ് അല്ലേ, ബ, പിന്നെ ഹ, ബഹ്, ബഹറുൻ. അവസാനത്തെ അക്ഷരം റ, അതും നമ്മൾ പഠിച്ചതാണ്, ബഹറുൻ. ഇതോ ഇത് ഹ, ഹബലുൻ എന്നാണ് അല്ലേ. ലാമ നമ്മൾ പഠിച്ചിട്ടില്ല. ഓക്കെ, ഇനി ഇവിടെ എവിടെയാണ് ഹ ഉള്ളത്? അവസാനത്തെ അക്ഷരമാണ് ഹ ഉള്ളത് അല്ലേ. അവസാനത്തെ അക്ഷരം ഇങ്ങനെയാണ് എഴുതുക. അപ്പോൾ ആദ്യവും അവസാനവും നടുവിലും വരുമ്പോൾ ഹ എങ്ങനെ എഴുതണം എന്നുള്ളത് ഇതിൽ നോക്കി പഠിക്കുക. എന്നിട്ട് അതേപോലെ സ്ലേറ്റിലും നോട്ട്ബുക്കിലുമൊക്കെ എഴുതി പരിശീലിക്കുക. കുറേ തവണ എഴുതണം. ഇനി ഇവിടെ നമ്മൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഹായിനെ കണ്ടുപിടിക്കണം. കാണുന്നുണ്ട് അല്ലേ, ഇവിടെ ചെറിയ ഹാ ഇട്ടിട്ടില്ലേ, ചെറിയ ചെറിയ ഹാ. ആ ഹാ ഉള്ള കള്ളിയിലൊക്കെ നിറം കൊടുക്കുക. അങ്ങനെ നിറം കൊടുത്താൽ നമുക്ക് വലിയൊരു ഹാ ലഭിക്കും. ഓക്കെ, ഇതാണ് ഈ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം. ഈ പറഞ്ഞതുപോലെ ചെയ്യുക. ഹാവും കാഫും എഴുതി പരിശീലിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് രണ്ടാമത്തെ പാഠം അടുത്ത വീഡിയോയിൽ പഠിക്കാം.